flow is good, but I have a problem about the positioning of the hand like this. ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും IELTS സ്പീക്കിംഗ് എക്സാമിനേഷന് പോകുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് വരുന്ന ഒരു കോമൺ ഡൗട്ടാണ് ഇൻ്റർവ്യൂവേഴ്സിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ അവരുടെ കൈ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ട് കുട്ടികളുടെ ടെൻഷനൊക്കെ ആകുമ്പോൾ പലരും കൈയിട്ട് ഇങ്ങനെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കും. ചിലരിങ്ങനെ കൈ ചുരുട്ടി വെക്കും, ക്ലെൻച്ച് ചെയ്ത് പിടിക്കും. അതുപോലെ ഫിഡ്ജറ്റിങ്, പേന വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അത് കാണിക്കുന്നത് നിങ്ങളുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ഇനഫ് ഫോർ ദ ഇൻ്റർവ്യൂ. അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾവേസ് കീപ് യുവർ പാം ഇൻ ദ റെസ്റ്റഡ് പൊസിഷൻ ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിലായിട്ട് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മടിയിൽ വെക്കാം. ഒരിക്കലും ടേബിളിൻ്റെ അടിയിലേക്ക് കയറ്റിയിട്ട് കൈ വെക്കരുത്. പോക്കറ്റിൻ്റെ അകത്ത് കൈ ഇടരുത്. അതുപോലെ തന്നെ കൈ കെട്ടിയും നിൽക്കരുത്. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ്ഡ് ആകും. ആൻഡ് ദിസ് ഇൻക്രീസസ് യുവർ ചാൻസസ് ഓഫ് സെലക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.